ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 മാർച്ച് മാസഫലം മേടക്കുറുകാർക്കും മേട ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവർക്ക് മാർച്ച് മാസം എങ്ങനെയാകും. അപ്പോൾ ആദ്യം നമുക്ക് മാർച്ച് മാസത്തെ ഫലം അറിയുന്നതിന് മുമ്പ് മാർച്ച് മാസത്തിൽ ഈ മേടക്കുറുകാരുടെയും മേടലഗ്നക്കാരുടെയും ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ 11 സഞ്ചരിക്കുന്ന സമയമാണ്. സൂര്യനാണെങ്കിൽ മാർച്ച് 15 12 രാശി മാറുന്നു. ബുധൻ 11 സ്ഥിതി തുടരുന്നു. അത് ബുധനാണെങ്കിൽ മാർച്ച് 20 വരെ വക്രത്തിലായിരിക്കും. അതിനുശേഷം ആ ബുധൻ 11 നേർസഞ്ചാരത്തിലാകുന്നു. ഗുരു 3-ാം ഭാവരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. മാർച്ച് 11 മുതൽ ആ ഗുരു വക്രസഞ്ചാരമൊക്കെ മാറി നേർസഞ്ചാരത്തിൽ വരുന്നു. ശുക്രൻ മാർച്ച് 2 12 ഉച്ചരാശിയിലേക്ക് വരുന്നു. 25 ആ ശുക്രൻ ജന്മരാശിയിലേക്ക് രാശി മാറുകയും ചെയ്യുന്നു. ശനി 12 സ്ഥിതി തുടരുന്നു. രാഹു 11 കേതു 5 സ്ഥിതി തുടരുന്നു. അപ്പോൾ പൊതുവെ ശുക്രനും രവിയുമാണ് മാർച്ച് മാസത്തിൽ രാശികൾ മാറുന്ന ഗ്രഹങ്ങളെന്ന് പറയുന്നത്. അതേസമയം ബുധനും ഗുരുവും വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിലാകുന്നു എന്നുള്ളതാണ് മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത. ഇപ്പം നമുക്ക് ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച്, മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ കുറുകാരുടെയും ലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ 11 നിൽക്കുന്നു. ശനി 12 പ്രത്യേകിച്ച് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം 7:30 ശനി സമയമാണ്. മാർച്ച് 2 മുതൽ ശുക്രൻ 12 വരുന്നുണ്ട്. 5 കേതു ഉണ്ട്. 5-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും മാർച്ച് 15 12 രാശി മാറുന്നു. മാർച്ച് 3 പ്രത്യേകിച്ച് 5-ാം ഭാവരാശിയിൽ ചന്ദ്രഗ്രഹണം നടക്കുന്ന സമയവും കൂടിയാണ്. അപ്പോൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം 5 ഗ്രഹണവും അതുപോലെ 5-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 15 മുതൽ 12 രാശി മാറുകയൊക്കെ ചെയ്യുന്ന സമയമായതുകൊണ്ട് പൊതുവെ ഒരു മെൻ്റൽ ടെൻഷൻ ഈ കുറുകാർക്കുണ്ടാകാം. മാത്രമല്ല സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഇൻഡൈജഷൻ പ്രോബ്ലം, പ്രത്യേകിച്ച് ഗ്യാസ്ട്രോ പ്രോബ്ലംസിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ കാൽപാദങ്ങളിൽ എന്തെങ്കിലും പെയിന്, ചെറിയ തോതിൽ ഇൻഫെക്ഷനൊക്കെ ഈ കുറുകാർക്ക് മാർച്ച് മാസത്തിൽ സാധ്യത കാണുന്നുണ്ട്. അപ്പം അത്തരം പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കണം. അതുപോലെ ചിലപ്പോൾ ജീവിത പങ്കാളിക്കോ അല്ലെങ്കിൽ സന്താനത്തിനോ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഈ മാർച്ച് മാസത്തിൽ ഉണ്ടായെന്ന് വരാം. പൊതുവെ മെഡിക്കൽ എക്സ്പെൻസൊക്കെ കൂടാൻ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. ആ ശനി ഇപ്പോൾ 12 സഞ്ചരിക്കുകയാണ്. മാർച്ച് 2 മുതൽ 2-ാം ഭാവാധിപനായിട്ടുള്ള 7-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും 12 ഉച്ചസ്ഥിതിയിൽ വരുന്നുണ്ട്. അതുപോലെ 6-ാം ഭാവാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ മാർച്ച് 20 വരെ 11 വക്രത്തിലാണ്. അതിനുശേഷം നേർസഞ്ചാരത്തിൽ വരുന്നു. വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും. വിദേശത്ത് ട്രാവല്, അതുപോലെ വിദേശ സോഴ്സിൽ നിന്നൊക്കെ സാമ്പത്തിക നേട്ടം കിട്ടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. സ്വദേശത്ത് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വർക്കിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാം. ചിലർക്ക് തൊഴിലിൽ ട്രാൻസ്ഫറിന് സാധ്യതയുണ്ട്. ചിലർക്ക് ഈ തൊഴിലിലൊക്കെ ഉയർന്ന ചുമതലകൾ നിർവഹിക്കേണ്ടി വരുന്ന സമയമായതുകൊണ്ട് ചിലപ്പോൾ വർക്ക് പ്രഷറൊക്കെ കൂടുന്നതിന് സാധ്യത കാണുന്നു. അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ വേണ്ടി വരും. അത് ചിലപ്പോൾ
കൂടുതലായിട്ട് എന്തെങ്കിലും ട്രെയിനിങ്ങിന് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയൊക്കെ ആയിരിക്കാം തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള ആ ദൂരെ യാത്രകൾ. അവസാനത്തെ പകുതിയൊക്കെ ആവുമ്പോൾ ആ സൂര്യൻ 12ലേക്ക് രാശി മാറുകയാണ്. 5ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ. ആ സൂര്യന് ശനി, ശുക്രൻ ഈ ഗ്രഹങ്ങളുമായിട്ട് യോഗം വരുന്നുണ്ട്. 12ലാണ് യോഗം വരുന്നത്. അപ്പോൾ പൊതുവേ നമുക്ക് ഈ തൊഴിലിടത്ത് ചിലപ്പോൾ ഈ ശനിയും ശുക്രനും അതുപോലെ സൂര്യനും ഒക്കെ ശത്രുഗ്രഹങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് വരാം. അവിടെയൊക്കെ ഒരു കരുതൽ വേണം. മാത്രമല്ല 20 വരെ ഈ 6ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 11 വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പൊതുവേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രത്യേകിച്ച് വർക്ക് തലത്തിലെ കമ്മ്യൂണിക്കേഷനൊക്കെ ഒരു കെയർ വേണം. അതുപോലെ 11 മുതൽ 3 നീക്കുന്ന ഗുരുവും 21 മുതൽ ഈ 11 നീക്കുന്ന ബുധനുമൊക്കെ നേർസഞ്ചാരത്തിൽ വരുന്നത് അത് ക്രമേണ നമുക്ക് ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും പ്രത്യേകിച്ച് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, മീഡിയ, അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ തലത്തിൽ ഒക്കെ തന്നെ വളരെ ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ, ഡാറ്റ അനലിറ്റിക് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെലവ് കൂടാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപൻ ശുക്രനാണ്. ആ ശുക്രൻ മാർച്ച് 2-ന് 12ലേക്ക് ഉച്ചരാശിയിലേക്കാണ് രാശി മാറുന്നത്. ബിസിനസ് കാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ 11-ലുണ്ട്. പക്ഷേ ആ ബുധൻ 20 വരെ വക്രത്തിലായിരിക്കും. അതിനുശേഷം ആ ബുധൻ നേർസഞ്ചാരത്തിലായിരിക്കും. അപ്പോൾ ആദ്യ പകുതിയൊക്കെ ബിസിനസ്സിൽ നമ്മൾ അല്പം ശ്രദ്ധ കൊടുക്കണം. അത് കഴിയുമ്പോൾ ബിസിനസ്സിൽ ഗ്രാജുവലായിട്ടുള്ള പ്രോഗ്രസ് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. നല്ല മുന്നേറ്റമൊക്കെ ആ ബിസിനസ്സിൽ ഉണ്ടാകും. ഇപ്പോൾ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ വളരെ നമ്മൾ ശ്രദ്ധിക്കണം. ബിസിനസ് എക്സ്പെൻസിലും ആദ്യ പകുതിയൊക്കെ നമുക്ക് എക്സ്പെൻസ് കൂടാനൊക്കെ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കുക. വിദേശ വിപണനമൊക്കെ പൊതുവെ സ്മൂത്താകും. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ യാത്രകൾ ഉണ്ടാകാം. 15 മുതൽ ഈ 5ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനൊക്കെ 12 വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ സ്പെക്കുലേറ്റീവ് തലത്തിലൊക്കെ ബിസിനസ് നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്പ കെയർ അവരുടെ ഭാഗത്ത് വേണം. ആ മേഖലയിലൊക്കെ അമിതമായിട്ട് മുതൽ മുടക്ക് നടത്താതിരിക്കാൻ ഈ കൂറുകാർ പ്രത്യേകിച്ച് അവസാനത്തെ പകുതി ശ്രദ്ധിക്കണം. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 5-ല് കേതു നിൽക്കുന്ന സമയമാണ്. 5ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണെങ്കിൽ ആദ്യ പകുതി 5-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. വിദ്യാകാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ 11-ൽ നിൽക്കുന്നുണ്ട്. 11 നിൽക്കുന്നു, 5-ലേക്ക് ആ ബുധൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നു. അപ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വയും 11 നിൽക്കുന്ന സമയമാണ്. ബുധനും ഗുരുവൊക്കെ ആദ്യ പകുതി വക്രത്തിലായതുകൊണ്ട് പഠനമൊക്കെ മെച്ചപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ, അതിനു വേണ്ടുന്ന പദ്ധതികളൊക്കെ ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകും. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മാർച്ച് 10 ഒക്കെ കഴിയുമ്പോൾ ഈ 9ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഒക്കെ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരികയും പ്രത്യേകിച്ച് ആ 9-ലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഉന്നത പഠനമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഈ സമയത്ത് ആദ്യത്തെ വാരമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ആദ്യ വാരം കഴിയുമ്പോൾ തന്നെ ആ ഉന്നത പഠനത്തിലൊക്കെ കോൺസെൻട്രേഷൻ കൂടും. അതുപോലെ വിദേശത്തൊക്കെ ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. ആ ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നു. ആ 9-ലേക്കൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു. അപ്പോൾ പൊതുവെ അത് പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാക്കും. അതുപോലെ സൂര്യൻ 5ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനൊക്കെ മാർച്ച് 15 ആകുമ്പോൾ 12-ലേക്ക് രാശി മാറുന്നുണ്ട്. അവിടെ രവിയും ശനിയും ശുക്രനും ഒക്കെ യോഗം 12 വരുന്നു എന്നുള്ളത് കൊണ്ട് ചിലർക്ക് ചിലപ്പോൾ പഠനത്തിൽ പ്രത്യേകിച്ച് ഡിഗ്രി തലത്തിലൊക്കെ പഠനം നടത്തുന്നവർക്ക്, അതിൻ്റെ താഴെയൊക്കെ പഠനം നടത്തുന്നവർക്ക് ചിലപ്പോൾ പഠനത്തിൽ ഒരു ഡൈവേർഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരു കെയർ കൊടുത്ത് പോകണം. അപ്പോൾ പൊതുവെ പഠന സംബന്ധമായിട്ടുള്ള ചെലവ് കൂടാവുന്ന മാസമായിട്ട് മാർച്ച് മാസത്തെ കാണുക. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ 11ാം ഭാവാധിപനായിട്ടുള്ള ശനി 12-ൽ സഞ്ചരിക്കുന്ന സമയമാണ്. ചെലവിൻ്റെ സ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത്. 7 ശനി സമയവും കൂടിയാണ്. മാർച്ച് 2 മുതൽ ഈ 2ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും 12-ലേക്ക് ഉച്ചസ്ഥിതനായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ വിദേശ ട്രാവല്, അതുപോലെ വിദേശ ബന്ധം,
അതുപോലെ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ മറ്റു വിദേശ സോഴ്സുകളിൽ നിന്നൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതേസമയം ഈ 2-ാം ഭാവാധിപൻ 12-ൽ ഉച്ചസ്ഥിതനായിട്ട് വരുന്നത് കൊണ്ട് സ്വാഭാവികം. അതുപോലെ 11-ാം ഭാവാധിപനായിട്ടുള്ള ശനി 12-ൽ വരിക എന്നുള്ളത് കൊണ്ടും നമുക്ക് അമിതമായിട്ടുള്ള ചെലവ് ഈ മാർച്ച് മാസത്തിൽ ഈ കുറുകാർക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ധനാഗമമൊക്കെ ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ തന്നെയും ചെലവ് കൂടുന്നതിനുള്ള ഒരു സ്ഥിതി കാണുന്നു. പ്രത്യേകിച്ച് സുഖച്ചെലവ്, യാത്രാ ചെലവൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. 2-ാം ഭാവാധിപനാണ് 12 വരുന്നു എന്നുള്ളതുകൊണ്ട് കുടുംബ ചെലവ് കൂടാനും സാധ്യതയുള്ള സമയമാണ്. പ്രത്യേകിച്ച് 12-ലാണ് ഈ രവി, ശുക്രൻ, അതുപോലെ ശനിയൊക്കെ സ്ഥിതി വരുന്നു എന്നുള്ളത് കൊണ്ട് മെഡിക്കൽ എക്സ്പെൻസ് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ പഠനത്തിന് വേണ്ടിയൊക്കെ ചിലപ്പോൾ ചെലവ് കൂടാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അവസാനത്തെ വാരത്തോടുകൂടി ആ ചെലവ് കുറയുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകും. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. വിവാഹം ആലോചിക്കുന്നവർക്ക് 7-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. ആ ശുക്രൻ മാർച്ച് 2-ന് 12-ലേക്കാണ് രാശി മാറുന്നത്. എങ്കിലും മാർച്ച് 11 മുതൽ ഗുരു നേർസഞ്ചാരത്തിൽ വരികയും 7-ാം ഭാവരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്ന സമയമാണ്. 7-ലും 9-ലും 11-ലുമൊക്കെ ആ ഗുരുവിൻ്റെ നേർസഞ്ചാര ദൃഷ്ടി വരുന്നുണ്ട്. അപ്പം അത് പൊതുവെ നമുക്ക് ആദ്യത്തെ വാരമൊക്കെ കഴിയുമ്പോൾ തന്നെ ആലോചനകളൊക്കെ ഉണ്ടാകും. ആലോചനകളൊക്കെ സ്മൂത്താകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശുക്രൻ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത്. 25 മുതൽ ആ ശുക്രൻ ജന്മരാശിയിലേക്കും കൂടെ രാശി മാറുന്നുണ്ട്. അപ്പം അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ പൊതുവെ വിവാഹം ആലോചിക്കുന്നവർക്ക് ചിലപ്പോൾ വിവാഹം നിശ്ചയത്തിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. വിവാഹത്തിന് അനുകൂലമായ സമയമായിട്ട് പ്രത്യേകിച്ച് കാണാം. അവസാനത്തെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് കാണുന്നത്. രാഹു അതുപോലെ ചൊവ്വയൊക്കെ 11-ൽ യോഗം വരുന്ന സമയമാണ്. അതുപോലെ ബുധൻ 20 വരെ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് 11-ൽ. അതുകൊണ്ട് നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോൾ, അത് വിവാഹ സംബന്ധമായിട്ടായാലും മറ്റ് ഏത് തരത്തിലുള്ള തീരുമാനം എടുക്കുമ്പോഴും പൊതുവേ നമുക്ക് സഡൻ ഡിസിഷൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കഴിവതും നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ മുതിർന്നവരുമായിട്ട് ആലോചിച്ച് വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ ഈ കുറുകാർ ശ്രദ്ധിക്കണം. കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി വലിയ പ്രശ്നമില്ല എങ്കിലും കമിതാക്കൾക്ക് പൊതുവെ 5-ലൊക്കെ കേതു നിൽക്കുന്ന സമയമാണ്. ഒരു ഡിറ്റാച്ച്മെൻറ്റിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. ചിലപ്പോൾ ഇപ്പോൾ 5-ലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. ആദ്യ പകുതി സൂര്യൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്, ബുധൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അതുപോലെ സൂര്യനും രാഹുവും അതുപോലെ ചൊവ്വയും രാഹുവും ഒക്കെ ബന്ധപ്പെടുന്ന സമയമൊക്കെയാണ് ആദ്യത്തെ പകുതി എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ നമുക്ക് തെറ്റിദ്ധാരണകൾ, അതുപോലെ കമിതാക്കൾക്ക് ഒരു ഇമോഷണലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. അവസാനത്തെ പകുതിയൊക്കെ പ്രത്യേകിച്ച് ഈ റൊമാൻസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ, അത് മുഖാന്തരമുള്ള അമിത ചെലവുകൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ഇനി മാരിറ്റൽ റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ പൊതുവെ 7-ാം ഭാവാധിപൻ 12 നിൽക്കുന്ന സമയമാണ്. 12-ൽ ശനി, ശുക്രൻ, സൂര്യൻ ഒക്കെ ബന്ധം വരുന്നു. ഇവയൊക്കെ പൊതുവെ ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം ദൂരയാത്രകൾക്കൊക്കെ സാധ്യതയുണ്ട്. അത് മുഖാന്തരമുള്ള ചെലവിനൊക്കെ സാധ്യതയുണ്ട്. അതേസമയം അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ആ സൂര്യനും ശുക്രനും ഒക്കെയുള്ള ഒരു ബന്ധം വരുമ്പോൾ പൊതുവെ ഈഗോ പ്രശ്നങ്ങൾ ദമ്പതിമാരുടെ ഭാഗത്ത് ചിലപ്പോൾ ഉണ്ടാകാം. ചിലർക്ക് ദൂരയാത്രകൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലവ് കൂടുന്നതിനുമൊക്കെ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമായിട്ട് അവസാനത്തെ പകുതി കാണുക. എങ്കിലും നമ്മൾ മാർച്ച് 11 മുതൽ ഗുരുവൊക്കെ നേർസഞ്ചാരത്തിൽ വരികയും 7-ലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നതുകൊണ്ട് ഇപ്പം മാരിറ്റൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ തന്നെയും അത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ നേർസഞ്ചാരവും 7-ലെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി, 9-ലേക്കുള്ള ആ ഗുരുവിൻ്റെ ദൃഷ്ടി, 11-ലെ ഗുരുവിൻ്റെ ദൃഷ്ടി, ഇതൊക്കെ സഹായകമാകും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ 25 മുതൽ ഈ ശുക്രനൊക്കെ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട്. 7-ാം ഭാവാധിപൻ ജന്മരാശിയിൽ വരുന്നുണ്ട്.
അതും അവിടെ നിന്നുകൊണ്ട് ആ ശുക്രൻ 7ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അവയൊക്കെ പൊതുവെ നമുക്ക് മാരിറ്റൽ റിലേഷൻഷിപ്പ് സന്തോഷകരമാക്കാൻ സഹായകമാണ്. പൊതുവെ നമുക്ക് ഈ 2ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 12ലൊക്കെ വരുന്നതും അതുപോലെ ഈ സൂര്യനും ശനിയുമായിട്ടുള്ള ബന്ധമൊക്കെ ഉള്ള സമയം ആയതുകൊണ്ട് നമ്മൾ പൊതുവെ കുടുംബ ചെലവ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ ദമ്പതിമാർക്കും ചെലവ് കൂടാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ 4ാം ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് ആ ചൊവ്വയും രാഹുവൊക്കെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് പൊതുവെ കുടുംബത്തിൽ അല്പ ടെൻഷൻ, അതുപോലെ സന്തോഷക്കുറവ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അതനുസരിച്ചുള്ള ഒരു പ്രവർത്തനം, പെരുമാറ്റം ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം. മാർച്ച് 5, 6, 9, 10, 11, 19, 20 ഈ തീയതികൾ, ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ഈ കുറുകാർക്ക് അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ, ഞാൻ ഈ പറഞ്ഞ തീയതികളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ, മംഗളകർമ്മങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഈ ദിവസങ്ങളിൽ അത് ഒഴിവാക്കുക. അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ എന്തെങ്കിലും നമ്മൾ എടുക്കുകയാണെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞത് ഈ മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും മാർച്ച് മാസത്തെ ഗ്രഹസ്ഥിതി അടിസ്ഥാനപ്പെടുത്തിയുള്ള ഫലങ്ങളാണ്. ഇത് ഒരു പൊതുഫലമായിട്ട് വേണം നമ്മൾ കാണേണ്ടത്. പക്ഷേ ഈ പൊതുഫലത്തിൽ വലിയ മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. അത് ഈ കുറുകാരുടെയും ലഗ്നക്കാർക്കും ഇപ്പോൾ നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം ഇവയെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം എന്നൊക്കെ പറയുന്നത് ജാതകത്തിൽ ഇഷ്ടഭാവാധിപത്യം വഹിച്ച ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെങ്കിൽ പൊതുഫലത്തിൽ വലിയ നേട്ടങ്ങൾ, ഗുണാനുഭവങ്ങൾ, ഈ പൊതുഫലത്തേക്കാളും ഗുണാനുഭവങ്ങൾ അവർക്ക് ഉണ്ടാകും. മറിച്ചായാൽ ഈ പൊതുഫലത്തേക്കാൾ ഗുണാനുഭവം കുറയുന്നതിനും സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇപ്പം നടക്കുന്ന ദശാപകാര ഛിദ്രമാണ് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത്. ഈ ഗോചര ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് ഒരു 30% മാത്രമേ നമുക്ക് കൂടുതൽ സ്വാധീനം ചെലുത്തുകയുള്ളൂ. ഒരു 70% നമുക്കിപ്പോൾ നടക്കുന്ന ദശാപകാരം ഛിദ്രം, അതുപോലെ അത് ജാതകത്തിലെ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ ഇതിനൊക്കെ അനുസരിച്ചുള്ള ഒരു ഒരു ഫലമായിരിക്കും അവർക്കുണ്ടാകുന്നത്. മാത്രമല്ല ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം മേടക്കൂടുകാരെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ മേടക്കൂടുകാർക്കും മേടലഗ്നക്കാർക്കും ഉള്ള ഫലമാണ് പറഞ്ഞത്. ഇപ്പം മേടക്കൂറിൽ ചിലർക്ക് മാത്രമേ മേടലഗ്നം വരികയുള്ളൂ, മറ്റുള്ളവർക്കെല്ലാം വ്യത്യസ്ത ലഗ്നരാശികൾ വരാം. അപ്പോൾ ഈ മേടലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികൾ വന്നിട്ടുള്ള മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആ ലഗ്നരാശി എന്ന് പറയുന്നത് അവരുടെ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ വന്നിട്ടുള്ളത്, അതിനനുസരിച്ച് ജാതകത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ്, ഇവയ്ക്കനുസരിച്ചും ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരും എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഈ മേടലഗ്നമല്ലാതെയുള്ള മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ അവർക്ക് മാർച്ച് മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുക. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ കൂറിൻ്റെ ഫലം എന്ന് പറയുന്നത് അതിനേക്കാളും വളരെ സൂക്ഷ്മതയും കൃത്യതയും ഉള്ളതാണ് ലഗ്നഫലം എന്ന് പറയുന്നത്. കാരണം ഒരേ നക്ഷത്രത്തിലുള്ള 10 പേരെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് 10 വ്യത്യസ്ത അനുഭവങ്ങൾ വരുന്നതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ആ നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ ലഗ്നരാശികൾ വ്യത്യാസപ്പെടുന്നതും അതിനനുസരിച്ചുള്ള ഗ്രഹസ്ഥിതികളുടെ വ്യത്യാസവുമാണ് ഇതിൻ്റെ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ ഈ ലഗ്നം ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കുറിൻ്റെ ഫലത്തോടു കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.